വിവാഹം കഴിഞ്ഞ സ്ത്രീകളെ സന്തോഷവതിയായിട്ട് ഇരിക്കണ എന്ന് അവരെ കണ്ടാൽ തന്നെ നമുക്കറിയാം അല്ലേ. അതായത് ചില സ്ത്രീകളെ കാണുമ്പോൾ തന്നെ നമുക്ക് തോന്നില്ലേ, ആ അടിപൊളി, അവർ നല്ല സന്തോഷത്തോടു കൂടിയാ കഴിയണമെന്ന്. അപ്പം ചിലരെ കാണുമ്പോഴത്തേനും അവർ സന്തോഷം പുറമെ അഭിനയിക്കാൻ ശ്രമിക്കുന്നവരും ഒത്തിരി പേരുണ്ട്. ഭർത്താവിന്റെ വീട്ടിൽ സുഖം, അവർക്ക് ആരോടും പറയാനൊക്കെ മടിയാ. അവരുടെ ജീവിതത്തിലെ ദുരിതങ്ങളോ അല്ലെങ്കിൽ സങ്കടങ്ങളോ ഒന്നും അവർ മറ്റുള്ളവരോട് പറയാൻ അവർ ഇഷ്ടപ്പെടുന്നുമില്ല. അതിങ്ങനെ മനസ്സിൽ വെച്ചോണ്ടിരിക്കുക. എന്നാൽ തുറന്നു പറയുകയാണെങ്കിൽ പല പ്രശ്നങ്ങൾക്കും പരിഹാരമാകും. പക്ഷെ അവരത് പറയാൻ ശ്രമിക്കുകയില്ല. ഈ വിവാഹം കഴിഞ്ഞ ഒരു സ്ത്രീ സന്തോഷവതിയായിരിക്കണമെങ്കിൽ അവളുടെ ഭർത്താവാണ് അതിന് കാരണം. അയാളുടെ വീട്ടിൽ അവൾ അയാളുടെ പൂർണ്ണ സപ്പോർട്ടോടുകൂടി, പൂർണ്ണ സ്വാതന്ത്ര്യത്തോടുകൂടി അവൾ ആ വീട്ടിൽ നിൽക്കുകയാണെങ്കിൽ അവൾ ഭയങ്കര സന്തോഷവതിയായിരിക്കും. അവളുടെ ജീവിതം ഹാപ്പി ആയിരിക്കും. തിരിച്ചും ഭർത്താവും സന്തോഷവാനായിരിക്കും. ചില പെൺകുട്ടികൾ, നമ്മളിപ്പം ഭയങ്കര സ്ത്രീ സ്വാതന്ത്ര്യത്തെക്കുറിച്ചോ അല്ലെങ്കിൽ എന്തിനെക്കുറിച്ചൊക്കെ നമ്മൾ ഒത്തിരി സംസാരിക്കുകയൊക്കെ ചെയ്യും, സ്ത്രീകൾക്ക് സമത്വം വേണമെന്നൊക്കെ. പക്ഷെ ഒരിക്കലുമില്ല. മിക്ക കുടുംബങ്ങളിലും പെണ്ണുങ്ങൾ ദുരിതം അനുഭവിക്കുന്നവരാണ്. അവള് അമ്മയായി, മകളായി, അമ്മയായി, ഭാര്യയായി ഒക്കെ ഇങ്ങനെ ഒക്കെ കഴിയുമ്പോഴും അവളുടെ ഉള്ളിൻ്റെ ഉള്ളിൽ അവൾ എപ്പോഴും ഒരു വിഷമം അനുഭവിക്കുന്ന ഒരു സ്ത്രീ ആയിരിക്കും. അതാരോട്ട് അറിയോ ഇല്ല, പല പെണ്ണുങ്ങളോട്ട് പറയുകയോ ഇല്ല. ഒത്തിരി പെൺകുട്ടികൾ വേദന അനുഭവിക്കുന്ന ഒരു പെൺകുട്ടികളുണ്ട്. ഈ കല്യാണം കഴിയുന്നതിന് മുമ്പ് അവളൊരു മകളായിരുന്നു എന്നും അവൾക്ക് ഒരു സുഹൃത്ത് വലയം ഉണ്ടെന്നുള്ളതും ഈ ഭർത്താവിന്റെ വീട്ടുകാർ അറിയില്ല കേട്ടോ. അതും വേറൊരു കാര്യം. ഈ കല്യാണം കഴിഞ്ഞു കഴിയുമ്പോഴത്തേനും അവളുടെ ഏറ്റവും വലിയ വിഷമം അവളെ വീട്ടിൽ വിടുകയോ അവക്കടെ സ്വാതന്ത്ര്യത്തിന് വേണ്ടിയിട്ട് എവിടെയെങ്കിലും കൂട്ടുകാരുടെ കൂടെ കുറച്ച് സമയം സ്പെൻഡ് ചെയ്യാനുള്ള അവസരം കൊടുക്കുകയോ ചെയ്യില്ല ചില ഭർത്താവിന്റെ വീട്ടുകാർ. അപ്പൊ അവൾ ആ വീട്ടിൽ ഇങ്ങനെ ഒതുങ്ങിക്കൂടി അവിടുത്തെ പണിയൊക്കെ ആയിട്ട് അങ്ങ് ജീവിച്ചു പോകും. അങ്ങനെയുള്ള വിഷമം പിടിച്ച കുറേ പെൺകുട്ടികളും ഉണ്ട്. അപ്പം എന്താ പറയണേ, ഭർത്താവിന്റെ വീട്ടിൽ അവൾ സ്വാതന്ത്ര്യം അനുഭവിക്കുന്നവളാണെങ്കിൽ അവൾക്ക് എല്ലാത്തിനും സ്വാതന്ത്ര്യമായിരിക്കും. പൊക്കോ, കുറച്ചു നേരത്തേന് പോയി അത് വേണമെങ്കിൽ ഭർത്താവ് അവളെ കൊണ്ടുവിട്ടിട്ട് വരും. അങ്ങനെ സ്നേഹമുള്ള ഭർത്താക്കന്മാരും ഉണ്ട് കേട്ടോ. പിന്നെ ഉള്ളത് എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആശയവിനിമയം നടത്താൻ പല പെൺകുട്ടികൾക്കും സാധിക്കില്ല. ഭർത്താവുമായിട്ട് നല്ല ആശയവിനിമയമുള്ള പെൺകുട്ടികൾ എപ്പോഴും ഹാപ്പി ആയിരിക്കും. കാരണം അവളുടെ കാര്യങ്ങളെല്ലാം തുറന്നു പറയാനും അയാളും അങ്ങോട്ടും ഒരു ഫ്രണ്ടിനെ പോലെ രണ്ടുപേരും കൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാ കാര്യങ്ങളും കൈമാറ്റം ചെയ്യപ്പെടുമ്പോഴും അവരുടെ ഇടയിൽ നല്ലൊരു ദാമ്പത്യ ജീവിതമായിരിക്കും. അതല്ലാതെ കുറച്ച് പേര് സംസാരിക്കുന്നു, കുറച്ച് പേര് മിണ്ടാണ്ടിരിക്കുന്നു, കുറച്ച് പേര് ഒരു അഭിപ്രായം പറയാൻ പോകാതില്ല. എല്ലാ കാര്യങ്ങളും തുറന്ന് സംസാരിക്കുകയാണെങ്കിൽ ആ വീട് ഒരു സ്വർഗമായി മാറും. ആ കുട്ടിയുടെ ജീവിതം ഒരു സ്വർഗമായിരിക്കും. അത് തുടക്കത്തിൽ തൊട്ടാണെങ്കിൽ, അല്ലാണ്ട് കുറച്ച് മറച്ചു വെച്ച്, കുറച്ച് ഉള്ളിൽ വെച്ച്, കുറച്ച് രഹസ്യങ്ങൾ സൂക്ഷിച്ച് ആ ദാമ്പത്യ ജീവിതം ഒരു സുഖമില്ലാത്തൊരു ദാമ്പത്യ ജീവിതമായിട്ട് മുന്നോട്ട് പോകുള്ളൂ. പിന്നെയുണ്ട് ഭർത്താവിന്റെ അമ്മമാരോ അല്ലെങ്കിൽ പെങ്ങന്മാരോ ഉണ്ടെങ്കിൽ അവരോട് ഭർത്താവ് കുറ്റങ്ങൾ ചെന്ന് പറയുകയാണെങ്കിൽ, ഈ ഭാര്യയുടെ കുറ്റങ്ങൾ ചെന്ന് പറയുകയാണെങ്കിൽ ആ ദാമ്പത്യ ജീവിതം പരാജയമായിരിക്കും. കാരണം അയാള് ആ പെൺകുട്ടിയെ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ ജീവിതത്തിലേക്ക് അവളുടെ വീടും വിട്ട് അവരുടെ സാഹചര്യവും വിട്ടിട്ട് ഈ കുടുംബത്തിലേക്ക് വന്നേക്കുന്ന, അപ്പൊ അവളെ ചേർത്ത് നിർത്താണ്ട് അമ്മയോടും പെങ്ങളോടും ഈ പെൺകുട്ടിയുടെ കുറ്റങ്ങൾ പറയുന്ന കുടുംബജീവിതം ഉള്ളിടത്തും ഈ ദാമ്പത്യ ജീവിതം പരാജയമാണ്. ആ കുട്ടി മാനസികമായിട്ട് വേദന അനുഭവിക്കുന്നതായിരിക്കും. ആ സമയത്ത് അവരോട് ഇടപെടരുത്, ഞാൻ എൻ്റെ ഭാര്യയുടെ കാര്യം നോക്കിക്കോളാം എന്ന് ശക്തമായി പറയാൻ, ഒരു താക്കീത് കൊടുക്കാൻ ആ പയ്യൻ തയ്യാറായാൽ ഈ പെൺകുട്ടി ഹാപ്പിയാവും. ഇവൾ എൻ്റെ കൂടെ എൻ്റെ ഭർത്താവുണ്ടല്ലോ. അവർ പറയാനും പോവില്ല. അമ്മയാണേലും നാത്തൂമാരാണേലും അവർ ഈ കുട്ടിയെക്കുറിച്ച് ഒരു കുറ്റം പോലും പറയാൻ പോവില്ല. അവർ പിന്നെ മിണ്ടില്ല. അതേപോലെ പിന്നെയുണ്ട് ചില പെൺകുട്ടികളെല്ലാം മിടുക്കി പെൺകുട്ടികളായിരിക്കും. അവളുടെ എന്താണെന്ന് വെച്ചാൽ എല്ലാ രീതിയിലും നല്ല കഴിവുള്ള പെൺകുട്ടികളായിരിക്കും. അപ്പം ചിലർ പറഞ്ഞു കൊടുക്കും അപ്പം ഈ പയ്യനോട്, എടാ അങ്ങനെ അവളെ വിട്ടിട്ടുണ്ടെങ്കിൽ അവള് നിന്റെ തല കയറി തിന്നും കേട്ടോ, അല്ലെങ്കിൽ നിന്നെ അവള് വരച്ച വരെ നിർത്തും കേട്ടോ, അവളെ ഇച്ചിരി ഒതുക്കി നിർത്താൻ നല്ലതെന്നൊക്കെ പറയും. അത് കേട്ടിട്ട് എടുത്തുകാരണ പൊട്ടന്മാരായ ഭർത്താക്കന്മാരുമുണ്ട്. എന്നാൽ ഇവളുടെ കഴിവുകൾ എനിക്ക് പ്രയോജനപ്പെടുന്നതാണ്, അവളുടെ ആ ഗുണഫലങ്ങൾ ഞാനും അനുഭവിക്കാൻ തയ്യാറാവുകയാണെങ്കിൽ, അവളെ സപ്പോർട്ട് ചെയ്യുക ചെയ്യുന്നെങ്കിൽ ആ കുടുംബജീവിതവും ആ പെൺകുട്ടിയും സന്തോഷവതിയായിരിക്കും. ആ പെൺകുട്ടിയോട് കൂടെ നിന്നിട്ട് അവളുടെ ആ കഴിവുകൾ അംഗീകരിക്കുകയും അവളുടെ കൂടെ നിൽക്കുകയും ചെയ്ത് അതിന്റെ ഗുണഫലം അനുഭവിക്കുകയും ചെയ്യണം. അതാണ് ബുദ്ധിമാനായ ഭർത്താവ്. അല്ലാതെ അവരുടെ കൂടെ നിന്ന് കുറ്റം പറയുകയല്ല വേണ്ടത്. പിന്നെ എന്ത് കാര്യങ്ങളും തുറന്ന് സംസാരിക്കുമ്പോഴും അവളെ ഒരു റെസ്പെക്റ്റ് ചെയ്ത് സംസാരിക്കാൻ ശ്രമിക്കുക. അതുപോലെ തന്നെ
ആ കുട്ടിയുടെ നല്ല എന്നാന്ന് പറയാ എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യുമ്പോൾ നമ്മളിങ്ങനെ നോക്കിയിരുന്നാൽ മതി. ആ കുട്ടിക്ക് എന്തെങ്കിലുമൊക്കെ ഗുണഗണങ്ങൾ കാണും. ആ ഗുണഗണങ്ങൾ നീ കാണിച്ചത് ശരിയാട്ടോടി, നീ നല്ല രസമുണ്ടിട്ടോടി, നീ ചെയ്ത് നല്ല കാര്യമാണ്, ഇങ്ങനെയൊക്കെ ഓരോ കൊച്ചു കൊച്ചു സന്തോഷങ്ങളും അവളുടെ ബർത്ത്ഡേ പോലുള്ള സംഭവങ്ങൾ വരുമ്പോൾ ഒന്ന് സന്തോഷിപ്പിക്കുകയും ഒരു കേക്ക് മുറിക്കുകയോ അല്ലെങ്കിൽ എവിടെയെങ്കിലും പുറത്തു പോവുകയോ ഒക്കെ ചെയ്യുമ്പോഴും ആ കുട്ടി ഭയങ്കര, അല്ലാണ്ട് ഒത്തിരി ഒന്നും ഈ കുട്ടിയൊന്നും ആഗ്രഹിക്കുന്നില്ലായിരിക്കും. അതൊക്കെ ചെയ്യുമ്പോഴും ആ കുട്ടി സന്തോഷവതിയായിരിക്കും. പിന്നെയുണ്ട് ഈ അമ്മായിയമ്മമാര് എന്തെങ്കിലും പെൺകുട്ടീനെ കുറ്റം പറയാൻ തുടങ്ങുമ്പോൾ ആദ്യമേ തന്നെ അതിനെ നോ പറഞ്ഞങ്ങോട്ട് നിർത്തിയേക്കണം. അല്ലെങ്കിൽ അവർ പിന്നെയും ഒരു തവണ നമ്മൾ സപ്പോർട്ട് ചെയ്ത് കൊടുത്തെങ്കിൽ അത് പിന്നെയും പറയാനുള്ള സാധ്യത ഉണ്ടാവും. അതുകൊണ്ട് അമ്മായിയമ്മമാരാട്ടെ പെങ്ങന്മാരാട്ടെ കുറ്റം പറയാൻ വരുമ്പോൾ വേണ്ട, പറയണ്ട എന്ന് ആദ്യമേ തന്നെ നോ പറഞ്ഞാൽ അവിടെ ആ പെൺകുട്ടി സുരക്ഷിതയായി സന്തോഷവതിയാകും. ഇതെന്നാന്ന് വെച്ചാൽ എൻ്റെ ഭർത്താവ് സ്ട്രോങ് ആയ ഒരു മനുഷ്യനാണ് ആ കുട്ടിയുടെ മനസ്സിലൊരു ഫീൽ ഉണ്ടായാൽ മാത്രം മതി, അവിടെ സന്തോഷം ഉണ്ടാവും. എൻ്റെ കൂടെയുണ്ട്, എൻ്റെ ഭർത്താവുണ്ട്. പല കുടുംബങ്ങളിലും എന്താണെന്നറിയോ, ഭർത്താക്കന്മാരെ അമ്മയുടെയും പെങ്ങന്മാരുടെയും കൂടെ കൂടുന്നതാണ് പല അമ്മായിമ്മ പോരിനും മരുമകൾ പോരിനും ഒക്കെ കാരണമായി തീരുന്നത്. പെങ്ങന്മാരും ഒക്കെ പോര് കുത്തുന്നത് എന്നാണെന്നറിയാവോ, ഈ ചെറുക്കൻ അവരുടെ കൂടെ കൂടുന്നത് കൊണ്ടാണ്. പല വീടുകളിൽ സംഭവിക്കുന്നതാണ്. ആ സമയത്ത് അയാൾ സ്ട്രോങ് ആയിട്ട് രണ്ട് ഭാഗത്തുമില്ലാണ്ട് ഭാര്യ പുറത്തുനിന്ന് വന്ന ഒരു പെണ്ണാണ്, അതുമായി നമ്മുടെ സാഹചര്യമായിട്ട് യാതൊരു ബന്ധമില്ലാത്തതാണ്, അതിനെ സപ്പോർട്ട് ചെയ്യേണ്ട എൻ്റെ ഉത്തരവാദിത്തം, എൻ്റെ ജീവിതകാലം മുഴുവൻ അവളെ ഉള്ളൂ എന്നുള്ള ഒരു ചിന്തയുണ്ടെങ്കിൽ പല കുടുംബത്തിലും പ്രശ്നങ്ങളുണ്ടാവില്ല. അതേപോലെ പെങ്ങന്മാരെ കെട്ടിച്ചതാണെങ്കിൽ അവരെ അവരുടെ വീടുകളിലൊക്കെ പറഞ്ഞു വിടുക. അവരുടെ വീട്ടിലെ സാഹചര്യങ്ങൾ മോശമായതുകൊണ്ടായിരിക്കും ചിലപ്പോൾ അവരിവിടെ വന്ന് നിൽക്കുന്നത്. അതിനൊന്നും ഇടവരുത്തരുത്. അവരോട് അവരുടെ വീടുകളിൽ പോകാൻ പറയുക. അവിടെ അങ്ങനെയാണ് ഒരു ഗ്രൂപ്പിസോ അല്ലെങ്കിൽ ഒരു യൂണിയനൊക്കെ ഉണ്ടാകുന്നത്. അതിനൊന്നും അവസരം കൊടുക്കരുത്. അമ്മായിയമ്മയാണേലും ആദ്യം പറയുമ്പോൾ തന്നെ അങ്ങനെ പറയരുതെന്നും പറഞ്ഞ് സ്റ്റോപ്പ് ചെയ്യിപ്പിക്കുക വർത്താനം. അപ്പോൾ പിന്നെ പറയാൻ വരില്ല. ആദ്യമേ തന്നെ അവൻ്റെ അടുത്ത് പറഞ്ഞിട്ട് കാര്യമില്ല എന്നങ്ങ് പറഞ്ഞ് അതവിടെ തീർന്നോളൂ. അതേപോലെ പെൺകുട്ടിയോട് വീട്ടിലെ കാര്യങ്ങളെക്കുറിച്ചും വീട്ടിലിങ്ങനെയാണ് എന്നൊക്കെ പറഞ്ഞ് മനസ്സിലാക്കുക. അവളുടെ വീട്ടിലെ സാഹചര്യങ്ങൾ പറയുമ്പോൾ അതിനകത്ത് എന്തെങ്കിലും നല്ലതുണ്ടെങ്കിൽ അത് നമ്മുടെ വീട്ടിൽ പ്രാവർത്തികമാക്കാൻ ശ്രമിക്കുക. അപ്പോൾ അവിടെ ഒരു സന്തോഷമുണ്ട്. എന്തെങ്കിലും പോസിറ്റീവായ കാര്യങ്ങൾ അവരുടെ വീട്ടിലും ഉണ്ടായിരിക്കും. അതൊക്കെ നമ്മുടെ വീട്ടിലും കൊണ്ടുവരുമ്പോൾ ഒരു സന്തോഷമല്ലേ, ആ കൊച്ചിനൊരു സന്തോഷമാണ്. എൻ്റെ വീട്ടിലെ പോലെ തന്നെ ഞാൻ ഈ വീട്ടിലും കഴിയുന്നത് എന്നൊരു തോന്നലും അവിടെ ഉണ്ടാകും. അപ്പോൾ എന്നെ അംഗീകരിക്കുന്നുണ്ട് ഈ വീട്ടുകാരും എന്നൊരു തോന്നൽ വരും. അല്ലാതെ എല്ലാ കാര്യത്തിനും പുറകെ നടന്ന് കുറ്റപ്പെടുത്തുകയും എല്ലാ കാര്യത്തിനും അമ്മയുടെയും പെങ്ങന്മാരുടെയും കൂടെ കൂടുകയും ചെയ്യുന്ന കുടുംബത്തിലാണ് ഈ പോരുകളും വഴക്കുകളും ഒക്കെ ദുഃഖങ്ങളും ഒക്കെ ഉണ്ടാകുന്നത്. ആ പെൺകുട്ടിയുടെ എന്ത് വിജയത്തിലും നമ്മൾ അഭിമാനിക്കുക, അവളെ നല്ല നിലയിൽ എത്തിക്കാൻ നമ്മളും കൂടെ ശ്രമിക്കുക. അവൻ്റെ കൂടെ ആ പയ്യൻ കൂടെ ഉണ്ടായിരിക്കുക. അപ്പോഴാണ് ആ വീട്ടിലും സന്തോഷവും സമാധാനവും ഉണ്ടാകുന്നത്. അങ്ങനെയല്ലേ നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്കിയേ.